ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ കുറിച്ചാണ്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ? വർക്കിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഡിവൈസ് അല്ലേ? വർക്കിനെ കൃത്യമായ രീതിയിൽ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഡിവൈസിനെ പറയുന്ന പേരുകളാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ? വർക്ക് ഹോൾഡിംഗ് റെഫേഴ്സ് ടു എനി ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെക്യൂർ എ വർക്ക് പീസ് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് മെഷീനിങ്. എന്താണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ? വർക്ക് പീസിനെ ടൈറ്റാക്കി കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു വർക്കിന്, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ ഒരു മെറ്റീരിയലിനെ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ബെഞ്ച് വൈസ് അല്ലേ? ഫിറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ബെഞ്ച് വൈസിൽ എന്ത് ചെയ്യണം? ഉറപ്പിച്ചതിന് ശേഷം നല്ല കൃത്യമായ രീതിയിൽ ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് അല്ലേ? അതാണ് എന്ത്? വർക്ക് ഹോൾഡിംഗ് ഡിവൈസിന് എക്സാമ്പിൾ. എന്താണ്? ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ നമ്മളൊരു മെറ്റീരിയൽ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ഹാക്സോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തണം. ആ ഉറപ്പിച്ച് നിർത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് അല്ലേ? ആ ടൂളിന് പറയുന്ന പേരാണ് എന്ത്? വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? ബെഞ്ച് വൈസ്. ഓക്കെ, ഇനി നമുക്ക് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രധാനപ്പെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബെഞ്ച് വൈസ്, പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്, പിൻ വൈസ്. ഇതൊക്കെയാണ് എന്ത്? ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. ഏതൊക്കെയാണ്? ബെഞ്ച് വൈസസ്, പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്, പിൻ വൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ബെഞ്ച് വൈസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് എന്ത്? ഒരു ബെഞ്ച് വൈസ്. നമ്മൾ ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ കണ്ടിട്ടുള്ള ഒരു ടൂളാണ് ഏത്? ബെഞ്ച് വൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണുന്ന ടൂളിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൻ്റെ പേരാണ് എന്ത്? ബെഞ്ച് വൈസ് എന്ന് പറയുന്നത്. ഈ ബെഞ്ച് വൈസിലാണ് എന്ത്? നമ്മൾ മെറ്റീരിയൽ നല്ല കൃത്യമായ ടൈറ്റിൽ എന്ത് ചെയ്യുന്നത്? ലോക്ക് ചെയ്ത് നിർത്തുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഫിറ്റിങ്ങിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബെഞ്ച് വൈസിൽ വർക്കിനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഫയലിങ്, ഹാക്സോ പോലുള്ള പ്രോസസ്സുകൾ അല്ലേ? കട്ട് ചെയ്യലും ഫയലിങ്ങും ഒക്കെ എന്ത് ചെയ്യാണ്? ബെഞ്ച് വൈസിൽ ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബെഞ്ച് വൈസ് എന്താണ്? ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. ബെഞ്ച് വൈസിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ബെഞ്ച് വൈസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നതാണ് ബെഞ്ച് വൈസ്. അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു സ്ലൈഡിംഗ് ജോ കാണാൻ പറ്റും. എന്താണ്? സ്ലൈഡിംഗ് ജോ. ഈ സ്ലൈഡിംഗ് ജോൻ്റെ പ്രത്യേകത എന്താണ്? ആ പേര് സൂചിക്കുന്ന പോലെ തന്നെ ആ ജോൻ എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡ് ചെയ്യാൻ പറ്റും. മുന്നോട്ടും പിന്നോട്ടും സ്ലൈഡ് ചെയ്യുക, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് സ്ലൈഡിംഗ് ജോ എന്നുള്ളത് അല്ലേ? നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ വീതിയുള്ള മെറ്റീരിയൽ അല്ലല്ലോ ഉപയോഗിക്കുക ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ. ചിലപ്പോൾ എന്തായിരിക്കും? മെറ്റീരിയലിൻ്റെ വീതിയിൽ അല്ലേ? അതിൻ്റെ വിഡ്ത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വിഡ്ത്തിൽ വ്യത്യാസത്തിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നതാണ് ഇത് ഈ സ്ലൈഡിംഗ് ജോ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി ജോ ഉണ്ടായിരിക്കും. എന്താണ് ഈ സ്റ്റേഷനറി ജോ എന്ന് പറഞ്ഞാൽ? സ്റ്റേഷനറി ജോ എന്ന് പറഞ്ഞാൽ അതിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതെന്തായിരിക്കും? അവിടെ ഫിക്സഡ് ആണ് അല്ലേ? ആ ജോ എന്തായിരിക്കും? ഫിക്സഡ് ആണ്. സ്ലൈഡിംഗ് ജോ ആണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഈ രണ്ട് ജോ, സ്ലൈഡിംഗ് ജോനും സ്റ്റേഷനറി ജോയ്ക്കും ഇടയിലാണ് എന്ത്? നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഒരു ഹാൻഡിൽ കാണാൻ പറ്റും. എന്തിനാണ് ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്? ഈ സ്ലൈഡിംഗ് ജോനെ മൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലേ? വർക്ക് പീസ് അതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ആക്കുന്നതിനും ലൂസ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാൻഡിൽ എന്താണ്? ഹാൻഡിൽ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്ലൈഡിംഗ് ജോ മുന്നോട്ട് പോകും. അതുപോലെ ഹാൻഡിൽ റിവേഴ്സ് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്ലൈഡിംഗ് ജോ പിന്നോട്ട് വരും. അങ്ങനെ സ്ലൈഡിംഗ് ജോൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഹാൻഡിലാണ്. അപ്പോൾ ഹാൻഡിലിൻ്റെ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് സ്ക്രൂ ത്രെഡിലാണ് യൂസ് ചെയ്യുന്നത് ആ ഹാൻഡിൽ ജോയിൻ്റെ മൂവ്മെൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ബോഡി കാണാൻ പറ്റും. ആ ഫിക്സഡ് ബോഡി ടേബിളിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ഫിക്സഡ് ബോഡി ടേബിളിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. ബെഞ്ച് വൈസ്
ടേബിളിൽ ഫിക്സ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്ക്രൂ നെറ്റ് ബോൾട്ട് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടെ ഒരു ബേസ് കാണാൻ പറ്റും, ബെഞ്ച് വൈസിൻ്റെ ഒരു ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സൈഡിൽ സ്ലൈഡ് എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ പറ്റും. ആ സ്ലൈഡാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് അല്ലേ. സ്ലൈഡിങ് ജോയിൻ്റ് അനുസരിച്ചിട്ട് സ്ലൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത്, ഒരു ബെഞ്ച് വൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? സ്ലൈഡിങ് ജോ, മൂവ് ചെയ്യുന്ന ജോൻ്റെ പേരാണ് സ്ലൈഡിങ് ജോ. സ്റ്റേഷനറി ആയി നിൽക്കുന്ന ജോയുടെ പേരാണ് സ്റ്റേഷനറി ജോ. പിന്നെ സ്ലൈഡിങ് ജോയിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹാൻഡിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഹാൻഡിൽ എന്താണ്, സ്ക്രൂ ത്രെഡാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫിക്സഡ് ബോഡി, ബെഞ്ച് വൈസിനെ ടേബിളിൽ ഉറപ്പിക്കുന്ന ഭാഗമാണ് ഇത്, ഫിക്സഡ് ബോഡി. പിന്നീട് അവിടെ ഒരു ബേസ് കാണാൻ പറ്റും, സ്ലൈഡ് കാണാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത്, ബെഞ്ച് വൈസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ എന്താണ് ബെഞ്ച് വൈസ് എന്നുള്ള കാര്യം, എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്, ബെഞ്ച് വൈസ് ഈസ് എ മെക്കാനിക്കൽ അപ്പാരറ്റസ് യൂസ്ഡ് ടു സെക്യൂർ ആൻ ഒബ്ജക്റ്റ് ടു അലോ വർക്ക് ടു ബി പെർഫോംഡ് ഓൺ ഇറ്റ്. എന്താണ് പറയുന്നത്, ബെഞ്ച് വൈസ് പറഞ്ഞാൽ എന്താണ്, ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കിനെ ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. നല്ല ടൈറ്റായ രീതിയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് ബാക്കി വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഫിറ്റിങ്ങിലാണെങ്കിൽ എന്താണ്, നമ്മൾ ചിലപ്പോൾ ഫയലിങ്ങും കട്ടിങ്ങും ഹാക്സോയിങ്ങും അതുപോലെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ബെഞ്ച് വൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബെഞ്ച് വൈസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വർക്കിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, വൈസസ് ഹാവ് 2 പാരലൽ ജോസ് അല്ലേ. 2 പാരലൽ ജോസ് ഉണ്ട്. ഏതൊക്കെയാണ്, നേരത്തെ ചിത്രത്തിൽ പറഞ്ഞു, സ്ലൈഡിംഗ് ജോയും സ്റ്റേഷനറി ജോയും. 1 ഫിക്സഡ് ആൻഡ് അതർ മൂവബിൾ അല്ലേ. സ്ലൈഡിംഗ് ജോ എന്താണ്, സ്ലൈഡിംഗ് ജോന് ചലിക്കാൻ സാധിക്കും, മൂവ് ചെയ്യാൻ സാധിക്കും, മുന്നോട്ടും പിന്നോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ചലിക്കാൻ സാധിക്കും. സ്റ്റേഷനറി ജോ എന്തായിരിക്കും, അവിടെ ഫിക്സഡ് ആയിരിക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മൂവ്മെൻറ്റ് സ്ക്രൂവും ലിവറും യൂസ് ചെയ്തിട്ടാണ്, സ്ക്രൂ ആൻഡ് ലിവർ യൂസ് ചെയ്തിട്ടാണ് ആ സ്ലൈഡിംഗ് ജോൻ്റെ മൂവ്മെൻറ്റ്. അടുത്ത പോയിന്റ് എന്താണ്, ദ വൈസ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് കാസ്റ്റ് അയൺ ബോഡി. നമ്മുടെ ബെഞ്ച് വൈസിൻ്റെ ബോഡി കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ്, കാസ്റ്റ് അയൺ കൊണ്ടാണ് എന്ത്, ബെഞ്ച് വൈസിൻ്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ബെഞ്ച് വൈസിൻ്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത് എന്താണ്, കാസ്റ്റ് അയൺ കൊണ്ടാണ്. എ ഫിക്സഡ് ജോ, എ മൂവബിൾ ജോ, ബോത്ത് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ. നേരത്തെ നമ്മൾ പറഞ്ഞു 2 ജോ ഉണ്ട് അല്ലേ, ഫിക്സഡ് ജോയും ഉണ്ട്, മൂവബിൾ ജോയും ഉണ്ട് അല്ലേ. സ്ലൈഡ് ചെയ്യുന്നൊരു ജോയും ഉണ്ട്, പിന്നെ എന്താണ്, ഒന്ന് സ്റ്റേഷനറി ആയി നിൽക്കുന്ന ജോയും ഉണ്ട്. ആ 2 ജോയും എന്തുപയോഗിച്ചിട്ടാണ്, കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ്, ഫിക്സഡ് ജോയും മൂവബിൾ ജോയും ആ രണ്ടും എന്താണ്, കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഹാൻഡിൽ, പിന്നെ നമ്മുടെ സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ, അതുപോലെ നെറ്റ്, ഇതൊക്കെ എന്താണ്, മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ്, മൈൽഡ് സ്റ്റീൽ. നമ്മുടെ ബെഞ്ച് വൈസിൻ്റെ ഹാൻഡിൽ, അതുപോലെ എന്താണ്, സ്ക്വയർ ത്രെഡ് സ്ക്രൂ, അതുപോലെ നട്ട്, ആ കാര്യങ്ങളൊക്കെ എന്താണ്, മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ബെഞ്ച് വൈസിൻ്റെ ബോഡി എന്താണ്, കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ സ്ലൈഡിംഗ് ജോയും സ്റ്റേഷനറി ജോയും എന്താണ്, കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ എന്താണ്, ബെഞ്ച് വൈസിൻ്റെ ഹാൻഡിൽ, അതുപോലെ നട്ട്, സ്ക്രൂ, ആ കാര്യങ്ങളൊക്കെ എന്താണ്, മൈൽഡ് സ്റ്റീൽ കൊണ്ടും ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബെഞ്ച് വൈസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. വർക്കിനെ കൃത്യമായി ടൈറ്റാക്കി നിർത്തിയിട്ട് ബാക്കി വർക്കുകൾ, അതുപോലെ ഹാക്സോയും പഞ്ചിങ്, അതുപോലെ ഫയലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വർക്കുകളെ കൃത്യമായി ടൈറ്റാക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ബെഞ്ച് വൈസ് ഉപയോഗിക്കുന്നത്.